അടുത്തത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രത്തിൽ കാല് അഥവാ ഉത്രത്തിൻ്റെ ആദ്യപാദം. ഈ നക്ഷത്രങ്ങളിലുള്ളവരാണ് ചിങ്ങക്കൂറുകാർ. ഇവർക്ക് കേതു ലഗ്നത്തിലാണല്ലോ ഇപ്പോൾ. അതിൻ്റേതായിട്ടുള്ള ചില ദോഷങ്ങളും ഒക്കെ ഉണ്ടാവും. കുറച്ച് ആത്മപരിശോധനയൊക്കെ നടത്തേണ്ട കാലമാണ്. അത് തുറന്നുകൊണ്ടിരിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. കേതു ലഗ്നത്തിൽ നിൽക്കുന്നതോടുകൂടി പല ആശയക്കുഴപ്പങ്ങളും ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. ജോലി സംബന്ധമായിട്ട് ഇപ്പോൾ ഉള്ള ജോലിയിൽ ഒരു സംതൃപ്തി പോരായിക വരും. മറ്റ് ചില ജോലികൾ തേടിയാലോ എന്നുള്ള ആലോചന ഉണ്ടാകും. അതിന് ചിലപ്പോൾ ചില പുതിയ ഓപ്പണിംഗ് അവർക്ക് വരാനുള്ള സാധ്യതയും ഉണ്ട്. ധനപരമായിട്ടും അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. അവർ അത് വേണ്ടത്ര ആലോചിച്ച് ധനവിനിയോഗം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചില കടങ്ങളും ഒക്കെ വന്നു ചേരാനും ഇവർക്ക് സാധ്യതയുള്ളതായിട്ട് നമുക്ക് മനസ്സിലാകും. ആരോഗ്യപരമായിട്ട് മറ്റ് ശാരീരിക അസുഖങ്ങളൊന്നും വന്നില്ലെങ്കിൽ തന്നെയും അവരുടെ മാനസിക സംഘർഷങ്ങളെ കൊണ്ട് ചില ഉത്കണ്ഠ, അതുപോലെ അങ്ങനെയുള്ള മനപ്രയാസങ്ങൾ, ഇതുകൊണ്ടൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കാവുന്നതാണ്. കുടുംബത്തിൽ പലപ്പോഴും നമ്മൾ മൗനമായിട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ആലോചനയിൽ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ടും മറ്റുമൊക്കെ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവുകയും അതുമൂലമുണ്ടാകുന്ന ചില സംഘർഷങ്ങളോ ഒക്കെ കുടുംബത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വളരെ സൂക്ഷിക്കേണ്ടതാണ്. അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മുൻകൂട്ടി അറിഞ്ഞ് അനുസരിച്ച് പ്രവർത്തിച്ചാൽ കുടുംബത്തിൽ അല്പം സമാധാനത്തോടു കൂടി ഇരിക്കാവുന്നതാണ്. ഇവർക്ക് പരിഹാരം കൂടെ പറയാവുന്നതാണ്. വാസ്തവത്തിൽ കേതു ലഗ്നത്തിലുണ്ട് എന്നുള്ളത് കൊണ്ടും 9ാം ഭാവത്തിൽ ശുക്രനുള്ളത് കൊണ്ടും ഗണപതിയെ ഭജിക്കുന്നത് കുറച്ച് നല്ലതാണ്. ഗണപതി ഹോമം ചെയ്യുക, ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക, ഇതൊക്കെ ഇവർക്ക് പല ഗുണങ്ങളും ഉണ്ടാക്കുന്നതാണ്.